ഒരു കാലത്ത് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന അറിയപ്പെട്ടിരുന്ന ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ അജിത് ഡോവൽ, ഇന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്തെ പല സംഭവങ്ങളും പൊടിപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള പല മാധ്യമങ്ങളും ഇതൊക്കെ പലപ്പോഴും വാർത്തയാക്കിയിട്ടുമുണ്ട്. പാകിസ്ഥാനിലെ ഊടുവഴികൾ പോലും തനിക്ക് മനഃപ്പാഠമാണെന്ന് ഡോവൽ തന്നെ ചില സന്ദർഭങ്ങളിൽ പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ അദ്ദേഹം നിരവധി കാലം സേവനമനുഷ്ഠിച്ചിരുന്നു റോയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഞാൻ ഒരുപാടൊന്നും കടന്നു പോകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആ അജിത് ഡോവൽ 2 ദിവസം മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അതിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വന്നു. ആരും അറിയാതെ അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ ഒക്കെ, ഞാൻ അടക്കമുള്ളവർ അഹങ്കാരത്തോടെ പറയാറുണ്ട്, ഞങ്ങളറിയാതെ ഒരില പോലും ഇവിടെ അനങ്ങാറില്ല എന്ന്. സത്യത്തിൽ ഞാനടക്കമുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും നാണക്കേടായി അജിത് ഡോവൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. ഇതുപോലെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും മാധ്യമങ്ങൾ അറിയാതെ പോയിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം, അതിനെ തുടർന്നുണ്ടായ റെയ്ഡ്, അറസ്റ്റ് ഒക്കെ 2022 കാലത്ത് അത് നടക്കുമ്പോൾ, 22-23 കാലത്തൊക്കെ അത് നടക്കുമ്പോൾ മാധ്യമങ്ങൾ ആരും തന്നെ അറിഞ്ഞില്ല. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട സ്ലീപ്പർ സെല്ലുകളെ ലൊക്കേറ്റ് ചെയ്ത ശേഷം, കണ്ടെത്തിയ ശേഷം അവിടങ്ങളിൽ NIA റെയ്ഡ് നടത്തുമ്പോൾ മാധ്യമങ്ങൾ അറിയാറില്ല. റെയ്ഡ് പൂർത്തിയായി അവർ മടങ്ങിയതിന് ശേഷമാണ് മാധ്യമങ്ങൾ പലപ്പോഴും വിവരങ്ങൾ അറിയുന്നത്. കാരണം കേരള പോലീസിനെ ഈ റെയ്ഡിൽ നിന്നൊക്കെ അവർ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിനുള്ളിലെ മാധ്യമങ്ങളുടെ സോഴ്സുകൾ അവർക്ക് ഈ വിവരം കൊടുക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ സംഭവം നടന്നു കഴിഞ്ഞ് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ അതിനെക്കുറിച്ചുള്ള അറിവ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്തിന് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വന്നു? അദ്ദേഹം തിരുവനന്തപുരത്ത് എവിടെയാണ് സന്ദർശിച്ചത്? ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു അത് VSSC സന്ദർശിക്കാനാണ് അദ്ദേഹം വന്നത് എന്ന്. ശരിയായിരിക്കാം, അദ്ദേഹം VSSC സന്ദർശിച്ച് കാണും. ഞാൻ അതിനെക്കുറിച്ച് സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. നമ്മുടെ PSLV പ്രോജക്റ്റുകൾ, അതായത് PSLVയുടെ 2 റോക്കറ്റുകളാണ് PSLV-C-62. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിക്ഷേപിച്ച് പരാജയപ്പെട്ടു. അതിനു മുമ്പ് PSLV-61, അത് കഴിഞ്ഞ വർഷം മെയ്യിൽ നമ്മൾ വിക്ഷേപിച്ചു, പരാജയപ്പെട്ടു. അതിനു മുമ്പും നമ്മൾ വിക്ഷേപിച്ച ചിലതൊക്കെ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഈ PSLV ഇനത്തിൽപ്പെട്ട 6ഓളം റോക്കറ്റുകളാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. വിക്ഷേപണത്തെ തുടർന്ന് അത് ലക്ഷ്യത്തിലെത്താതെ തകർന്നു പോയത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ഉന്നതതല അന്വേഷണം വേണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതനുസരിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇവിടെ എത്തി. അവർ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി പൂർത്തിയാക്കി മടങ്ങിയോ ഇല്ലയോ, ഇനിയും വരുമോ ഇല്ലയോ, ഇതൊന്നും നമുക്കറിയില്ല. മാധ്യമങ്ങൾക്ക് ഒരു വിധത്തിലും ആ വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നില്ല. നമുക്കറിയാം, പണ്ട് ISROയുമായി ബന്ധപ്പെട്ട് ആ 94-95 ആ കാലത്ത് ISRO ചാരക്കേസ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവസാനം ചാരമായി പോയി എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തി. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല.
എന്ന് ഒടുവിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം കുറ്റവിമുക്തരാക്കപ്പെട്ടു. ഞാൻ ചാരക്കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ അജിത് ഡോവൽ വന്നത് ഈ PSLV റോക്കറ്റുകളുടെ വിക്ഷേപണത്തിൽ തുടരെ പരാജയമുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാനാണെന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ടീം ഇവിടെ വന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന വാർത്തകൾ പലതും പുറത്തു വന്നിട്ടുണ്ട്. പല ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകൾ. അതിൽ തന്നെ മുതിർന്ന ചില മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ആൾക്കാർ VSSCയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ദോഷങ്ങളാണ് ഇതൊക്കെ എന്നുപോലും പറഞ്ഞു വച്ച മുതിർന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ ആ വാദങ്ങളൊന്നും മുനയൊടിക്കാവുന്നതല്ല. കാരണം അവർ പലതും ചൂണ്ടിക്കാട്ടുന്നത് തെളിവ് സഹിതമാണ്. ഇവിടെ എന്താണ് VSSCയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ പാകപ്പിഴയ്ക്ക് കാരണം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ മേഖലയിൽ ശൂന്യാകാശ ബഹിരാകാശ മേഖലയിൽ ഗവേഷണങ്ങൾ പലതും നടത്തുന്നത് അല്ലെങ്കിൽ ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് ഒക്കെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അക്കൗണ്ടബിളാണ്. മറുപടി പറയാൻ ശാസ്ത്രജ്ഞരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ബാധ്യസ്ഥരാണ്. ചോദ്യങ്ങൾ വരും. നാളെ നരേന്ദ്രമോദിയോട് ജനം ചോദിക്കുകയാണ്, എന്തു സംഭവിച്ചു, ഈ അയച്ച റോക്കറ്റുകളെല്ലാം ലക്ഷ്യത്തിലെത്താതെ എന്തുകൊണ്ട് തകർന്നു പോയി? ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി പറയണം. ഈ മേഖല, അതായത് ബഹിരാകാശ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് എന്നും കൂടി വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും ഗൗരവവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കറതീർന്ന ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചത്. അങ്ങനെ ഡോവൽ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മടങ്ങി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. മാത്രമല്ല മാധ്യമങ്ങൾ പലതും നമ്മുടെ VSSCക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം സാങ്കേതിക തകരാറുകൾ കൊണ്ട് സംഭവിച്ചതാണെന്നും ഇത് അട്ടിമറി അല്ലെന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെ പറയാനുള്ള സോഴ്സ് എന്താണ്? ഇതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് വിവരം ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാണ് ആ ഔദ്യോഗിക വിവരം നൽകിയത്? എന്തായാലും VSSCയുടെയോ ISROയുടെയോ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രമല്ല വാർത്തയാക്കേണ്ടത്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ സംഘം കൃത്യമായിട്ടും പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ റിപ്പോർട്ടിനെ കുറിച്ച് പോലും പരാമർശങ്ങളുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു എല്ലാം വെടിപ്പാണ്, ഒരു പ്രശ്നവുമില്ല, ഈ സാങ്കേതിക തകരാറാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നു. അത് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. റിപ്പോർട്ട് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ മാധ്യമങ്ങൾ ഇത്ര കൃത്യതയോടെ ഇതെങ്ങനെ പറയുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം വേണം. ഈ പറഞ്ഞതുപോലെ അജിത് ഡോവലിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും ഒക്കെ തീർച്ചയായിട്ടും രഹസ്യാത്മകമായി തന്നെ ഇരിക്കട്ടെ. നമുക്കാർക്കും അതിൻ്റെ ഉള്ളുകള്ളികൾ അറിയേണ്ട ആവശ്യമില്ല. അത് രാജ്യത്തിൻ്റെ പ്രതിരോധ, ഈ പറയുന്നത് പോലെ സൈനിക അല്ലെങ്കിൽ അങ്ങേയറ്റം ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിനോട് നമുക്ക് തീർച്ചയായിട്ടും ആദരവുണ്ട്. ആ രഹസ്യങ്ങളൊന്നും പുറത്തു പറയണ്ട. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അതിൻ്റെ സോഴ്സ് എന്താണ്? അത് ഈ പറഞ്ഞതുപോലെ സോഴ്സ് എന്ന് പറയുന്നത് ഔദ്യോഗികമാണോ അല്ലയോ എന്നെങ്കിലും പറയട്ടെ. ഇത് ആരാണ് ഈ വിവരങ്ങൾ കൊടുത്തത് എന്ന് പറയണ്ട. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തുവിടുമ്പോൾ അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തുടരെ ഒന്നും രണ്ടുമല്ല 6ഓളം റോക്കറ്റുകളാണ് ഈ PSLVയുടെ കാര്യത്തിൽ തന്നെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് എഴുതിത്തള്ളാൻ കഴിയില്ല. അന്വേഷണം മുറയ്ക്ക് നടക്കട്ടെ.
ഇതിനകത്ത് എന്തെങ്കിലും അട്ടിമറിയുണ്ടെങ്കിൽ അത് കണ്ടെത്തി സർക്കാർ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. പക്ഷേ മാധ്യമങ്ങൾ അവധാനതയോടെ വേണം റിപ്പോർട്ട് ചെയ്യാൻ. മുമ്പ് നമുക്ക് അനുഭവമുള്ളതാണ് ചാരക്കേസിൻ്റെ കാര്യത്തിൽ. VSSയിലും ISROയിലും തൊട്ടാൽ മാധ്യമങ്ങൾക്ക് കൈ പൊള്ളും എന്നുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.